നമ്മളോ നമുക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെയോ എപ്പോഴും അവരെല്ലാം സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലായിരിക്കും അല്ലേ നിൽക്കുക. ഈ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് തന്നെയായിരിക്കും അവരുടെ എക്സ്പെൻസും സേവിങ്സും എല്ലാ കാര്യങ്ങളും പോകും. അപ്പൊ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഒരു മന്ത്ലി എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, ഡ്രസ്സിന്റെ പർച്ചേസ്, എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, EMIs, ദെൻ കാർ ആൻഡ് ഹോം ലോൺസ്, ക്രെഡിറ്റ് കാർഡുകൾ, ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ദെൻ റെന്റ്. ഇത്രയും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഈ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 50,000 റുപ്പീസ് ആണ് ഇൻകം എന്നുണ്ടെങ്കിൽ ആ 50,000 നിന്നായിരിക്കണം എക്സ്പെൻസും സേവിങ്സ് ഒക്കെ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് എന്താണ്? ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിങ്ങൾ സേഫ് ആണോ, സെക്യൂർ ആണോ, നിങ്ങൾ ഹാപ്പി ആണോ? ഇതിനൊരു സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒന്നും അല്ല തരുന്നത്. ബട്ട് കോമൺ ആയിട്ടുള്ള ഒരു നോളജ് ആണ്. നമ്മൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം നമ്മൾ കണ്ടെത്തിയേ മതിയാവും. ഈ എക്സ്ട്രാ ഇൻകം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻകത്തിനോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം ആകുമ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അതുകൂടാതെ ഈ എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സേവിങ്സിലേക്ക് പോകാനും പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി ഒരു ഇൻകത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ആ വ്യക്തി തീർച്ചയായിട്ടും മറ്റൊരു ഇൻകം കണ്ടെത്തണം. ഇനി ഒരു എക്സ്ട്രാ ഇൻകം, ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ 2 ജോലി ചെയ്യാന്നുള്ളതല്ല. ആ കുടുംബത്തിലുള്ള 18 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളും മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ലോകത്തിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, ഒരുപാട്